തേജസ്സിലേശുവിൻ പൊന്മുഖം ഞാൻ കാണും, കാലമേറ്റം ആസന്നമേ. തേജസ്സിലേശുവിൻ പൊന്മുഖം ഞാൻ കാണും, കാലമേറ്റം ആസന്നമേ. അതെന്നാശയേ, അതെന്നാനന്ദമേ, അതൻ പ്രത്യാശയിൻ പ്രഭാതമേ. തേജസ്സിലേശുവിൻ പൊന്മുഖം ഞാൻ കാണും, കാലമേറ്റം ആസന്നമേ. ആനന്ദദായകനാം എൻ പ്രിയനെ കണ്ടിടുമ്പോൾ കണ്ണുനീരെല്ലാം നീങ്ങിടുമേ. ആനന്ദദായകനാം എൻ പ്രിയനെ കണ്ടിടുമ്പോൾ കണ്ണുനീരെല്ലാം നീങ്ങിടുമേ. എൻ്റെ അല്ലലെല്ലാം അകന്നിടും, എനിക്കാനന്ദമേ യുഗായുഗം. തേജസ്സിലേശുവിൻ പൊന്മുഖം ഞാൻ കാണും, കാലമേറ്റം ആസന്നമേ. അതെന്നാശയേ, അതെന്നാനന്ദമേ, അതൻ പ്രത്യാശയിൻ പ്രഭാതമേ. തേജസ്സിലേശുവിൻ പൊന്മുഖം ഞാൻ കാണും, കാലമേറ്റം ആസന്നമേ. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ എല്ലാ പ്രിയപ്പെട്ടവരെ ഈ സമയത്ത് അറിയിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 8-ാം അധ്യായം 18-ാമത്തെ വാക്യം, നമ്മിൽ വെളിപ്പെടാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരം ഇല്ല എന്ന് ഞാൻ എണ്ണുന്നു. വെളിപ്പെടാൻ ഒരു തേജസ്സുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ 3 പഴയ നിയമത്തിൽ വെളിപ്പെടുന്ന റൂഹ എന്ന് പറയുന്ന പരിശുദ്ധാത്മാവിൻ്റെ 1-ാമത്തെ ഇത് തേജസ് എന്നുള്ളതാണ്. 2 കാറ്റെന്നുള്ള അർത്ഥം, 3 ആത്മാവെന്നാണ്. അപ്പോൾ നമ്മൾ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരങ്ങളായി മാറുകയാണ്. നമ്മളൊരു തേജസ് വഹിക്കുന്ന ആളുകളായി മാറുകയാണ്. അത് യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ദൈവത്തിൻ്റെ തേജസ് നമ്മുടെ മേൽ വരികയാണ്. സാധാരണ മനുഷ്യരുടെ മേൽ ദൈവ തേജസ് വന്ന് വസിക്കുകയാണ്. എപ്രകാരം ചന്ദ്രനിൽ പ്രകാശമില്ല, പക്ഷെ സൂര്യൻ്റെ പ്രകാശം ചന്ദ്രനിൽ വന്ന് ചന്ദ്രൻ പ്രകാശിക്കുന്ന പോലെ ഞാനും നിങ്ങളും യേശുവിനെ സ്വീകരിക്കുമ്പോൾ ദൈവ തേജസ്സിൻ്റെ വാഹകരായി മാറും. യേശുവിനെ ഒരു വ്യക്തി സ്വീകരിക്കുമ്പോൾ ആദ്യമായി നടക്കുന്നത് അവൻ നീതീകരിക്കപ്പെടുകയാണ്. പിതാവാം ദൈവത്തിൻ്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയാണ്. അവൻ്റെ പാപങ്ങളെല്ലാം യേശുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് അവനൊരു വിശുദ്ധനായി മാറുകയാണ്. അപ്പോൾ തന്നെ ഒരു തേജസ്കീകരണമുണ്ട്. നമ്മളെ യേശുവിനെ തേജസ്സി കാണുന്നത് പോലെ തന്നെ നമ്മളെയും തേജസ്സി കാണുന്ന ഒരു ദിനമുണ്ട്. പക്ഷെ ഇവിടെ പരിശുദ്ധാത്മാവിൻ്റെ തേജസ് നമ്മുടെ മേൽ ആവസിക്കുന്നുണ്ട്. പക്ഷേ ഇനി വരാനുള്ള തേജസ്, ഇപ്പോൾ ഒരു തേജസ് ഉണ്ട്. യേശുവിനെ സ്വീകരിച്ച എൻ്റെയും നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് ഉള്ളതുകൊണ്ട്, റൂഹ വസിക്കുന്നത് കൊണ്ട്, പരിശുദ്ധാത്മാവ് നിൽക്കുന്നത് കൊണ്ട്, പരിശുദ്ധാത്മാവ് എന്നൊരു തേജസ്സാണ്. ദൈവത്തിൻ്റെ തേജസ് ആവരണം ചെയ്യുകയാണ് നമ്മളെ. പക്ഷേ ഇത് പോരാ, ഇനി നമ്മളിൽ വെളിപ്പെടാനുള്ള ഒരു തേജസ്സുണ്ട്. ഇനി അത് വിചാരിച്ചാൽ, അത് നമ്മൾ ചിന്തിക്കുമ്പം ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ലെന്നെണ്ണാൻ നമ്മളെ സഹായിക്കും. ഈ കാലത്തുണ്ടാകുന്ന നമുക്ക് വരുന്ന നിന്നാ പരിഹാസം എന്തൊക്കെ ആയിക്കോട്ടെ, യേശു ക്രിസ്തു മുഖാന്തരമുള്ളത് അത് നമ്മൾ മറന്നു കളയാൻ നമ്മളെ സഹായിക്കുന്നത് വലിയൊരു തേജസ്. നമ്മൾ യേശുവിനെ കാണും. ആ ദിനത്തിൽ നമ്മളും യേശുവിനെ പോലെ തേജസ്കരിക്കപ്പെട്ടാൽ ഇനി വരാനൊരു തേജസ്, അങ്ങനെ വരാനൊരു തേജസ് നമ്മുടെ മേലുണ്ട്. റോമർക്ക് എഴുതിയ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 5-ാം അധ്യായത്തിൽ 2-ാം വചനം ഇങ്ങനെ പറയും, നാം നിൽക്കുന്ന കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചിരിക്കുന്നു. യേശു ക്രിസ്തു മൂലം, നമ്മൾ വിശ്വാസം മൂലമാണ് വാസ്തവമായി ഇതിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത്, ആ കൃപയിലേക്ക്. എന്നിട്ട് പറയാണ്, നാം ദൈവ തേജസ്സിൻ്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു.
ഈ ലോകത്തിൽ മറ്റൊന്നിലുമല്ല പ്രശംസിക്കുന്നത്. ആ ദൈവത്തിൻ്റെ തേജസ്, ആ പരിശുദ്ധാത്മാവിൽ, ആ ദൈവ തേജസ്സിൽ ഞാൻ പ്രശംസിക്കുന്നു. അതാണ് എനിക്ക് പ്രശംസിപ്പാനുള്ളത്. ഏത് ദൈവ തേജസ്സാ? ഇപ്പോൾ ഒരു തേജസ് നമ്മുടെ മേൽ ആവസിക്കുന്നുണ്ട്, പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പം തന്നെ ഇനി വരാനുള്ളൊരു തേജസ്സുണ്ട്. അതിൽ ഞാൻ എന്ത് ചെയ്യുകയാണ്? ഞാൻ അപ്പോസ്തലൻ പറയുന്നത്, ഞാൻ പ്രശംസിക്കുന്നു. എനിക്കിനിയും ഈ ലോകത്തിലെ ഒന്നും പറഞ്ഞ് പ്രശംസിപ്പാനില്ല. തേജസ്സിൽ ഉള്ള ആ കാര്യം അതോർത്ത് ഞാൻ എന്ത് ചെയ്യുകയാണ്? ഞാൻ ഇന്ന് പ്രശംസിക്കുകയാണ്. നമ്മളിൽ വെളിപ്പെടാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ, ഈ കാലത്ത് വരുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് സാരമില്ലെന്ന് എണ്ണാനായിട്ട് നമുക്ക് കഴിയും. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 4-ാം അധ്യായം 2 കൊരിന്ത്യർ 4:17 ഇങ്ങനെ പറയുന്നു: നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിൻ്റെ നിത്യകനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. ഈ കഷ്ടങ്ങളൊക്കെ, ഈ ലോകത്തിലെ കഷ്ടങ്ങളൊക്കെ നൊടി നേരത്തേക്കുള്ളതാണ്. അതുകൊണ്ട് അപ്പോസ്തലൻ 16 മുതൽ വായിക്കുക: അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേ ഉള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു എങ്കിലും ഞങ്ങളുടെ അകമേ ഉള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുക. അകത്തെ മനുഷ്യൻ നാളുതോറും പുതുക്കം പ്രാപിക്കുകയാണ്. എന്തിനാ? നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം. ഇതൊക്കെ നൊടി നേരത്തേക്ക് പെട്ടെന്ന് മാറിപ്പോകുന്നതാണ് കഷ്ടം. അത്യന്തം അനവധിയായി തേജസ്സിൻ്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകും. തേജസ്സിൻ്റെ എന്താ? നിത്യമായിട്ടുള്ള വലിയൊരു ഘനം അതിനകത്ത് കിട്ടാൻ ഞങ്ങൾക്കത് കാരണമാകുന്നു. എന്നിട്ട് പറയാം, കാണുന്നതിനെ അല്ല, കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിയിരിക്കും. ഈ കാണുന്ന, ഈ ലോകത്തിൽ കാണുന്ന കാര്യങ്ങളല്ല, നീ കാണാത്തത് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാര്യം എന്താ? കാണുന്നതെല്ലാം താൽക്കാലികമാണ്. ഈ ലോകത്തിൽ കാണുന്ന ബഹുമാനങ്ങളും കിട്ടുന്നതും എല്ലാം താൽക്കാലികമാണ്. കാണാത്ത കാര്യമാണ് നിത്യമായിട്ടുള്ളത്. ആ നിത്യരാജ്യത്തിന് വേണ്ടി, നിത്യമായിട്ടുള്ളതിന് വേണ്ടിയാണ് ഒരു ദൈവ പൈതൽ കാംക്ഷിക്കേണ്ടത്. അതുകൊണ്ട് നമ്മളിൽ വെളിപ്പെടാനൊരു തേജസ്സുണ്ട്, ഇപ്പോൾ ഒരു തേജസ്സുണ്ട്. അത് വിചാരിച്ചിട്ട് നമ്മൾ ഈ കാലത്തിലെ കഷ്ടങ്ങളൊക്കെ സാരമില്ലെന്ന് എണ്ണണം. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം, കൊലോസ്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 3-ാം അധ്യായം 4-ാം വാക്യം ഇങ്ങനെ പറയുകയാണ്: നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നാമും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. ആകയാൽ ഇവിടെ പറയാണ്, ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ എന്ത് ചെയ്യുകയാണ്? ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറച്ചു വച്ചിരിക്കുകയാണ്. എന്നിട്ട് നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ എന്ത് ചെയ്യും? തേജസ്സിൽ വെളിപ്പെടും. അപ്പോൾ ഇനിയും വരാനൊരു തേജസ്സുണ്ട്, ഇപ്പം ഈ കാണുന്നതല്ല. അതുകൊണ്ട് ഈ കാലത്തിലെ കഷ്ടങ്ങളൊന്നും വലിയ സീരിയസ് ആയിട്ട് എടുക്കരുത് എന്നാണ് പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്നത്. പത്രോസ് 1 പത്രോസ് 5:1 വായിക്കുമ്പോൾ അവിടെ പറയാണ്, നിങ്ങളുടെ മൂപ്പന്മാരെ ഒരു മൂപ്പനും ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവത്തിന് സാക്ഷിയും പറയാണ്. പിന്നെ അടുത്ത് പറയാണ്, വെളിപ്പെടാനുള്ള തേജസ്സിന് കൂട്ടാളിയുമായ ഞാൻ പ്രബോധിപ്പിക്കുന്നത്. അപ്പോൾ ഇനിയൊരു തേജസ്സുണ്ട്, വെളിപ്പെടാനൊരു തേജസ്സുണ്ട്. അതിനു വേണ്ടി എന്ത് ചെയ്യുകയാണ്? ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുക. അതുകൊണ്ടാണ് ഈ കാലത്തിലെ ഈ കഷ്ടങ്ങൾക്കൊന്നും വലിയ വില കൊടുക്കേണ്ട, അത് ഓർത്ത് നമ്മൾ ഭാരപ്പെടേണ്ട. നിങ്ങൾ ചിലപ്പോൾ ശുശ്രൂഷ ചെയ്തിട്ട് തന്നെ നിങ്ങളൊന്നും ചെയ്തില്ലെന്ന് പറഞ്ഞേക്കാം, നിങ്ങളെ മനുഷ്യർ തള്ളി പറഞ്ഞേക്കാം, നിങ്ങളെ ഉപേക്ഷിച്ചെന്ന് വന്നേക്കാം. പക്ഷെ ഇതിലൊന്നും പിടിക്കരുത്. ഈ ലോകത്തിൽ കാണുന്ന സ്ഥാനമാനങ്ങളൊന്നും അല്ല വലുത്. ഈ ലോകത്തിൽ കാണുന്ന എന്നെ ആ സ്ഥാനത്താക്കിയില്ല, ഞാൻ ഇത്ര വർഷം ശുശ്രൂഷിച്ചിട്ട്, അങ്ങനെയുള്ള ഭാരമൊന്നും വേണ്ട. എനിക്ക് സഭ തന്നപ്പോൾ എനിക്കൊരു ചെറിയ സഭയായപ്പോൾ അത് നീ ചിന്തിക്കേണ്ട. ഞാൻ ശുശ്രൂഷിച്ചവരെല്ലാം എന്നെ മറന്നു കളഞ്ഞല്ലോ എന്ന് നിങ്ങൾ ഒരു പുരോഹിതനായിക്കോട്ടെ, ഒരു പാസ്റ്റർ ആയിക്കോട്ടെ, ഒരു ശുശ്രൂഷ, അത് ചിന്തിക്കേണ്ട കാര്യമില്ല. കാര്യം ഈ ലോകത്തിലേതല്ല, ഇതൊക്കെ താൽക്കാലികമാണ്. കാണുന്നത് താൽക്കാലികം, കാണാത്തത്. ഈ ലോകത്തിലെ ബഹുമാനങ്ങളോ സ്ഥാനമാനങ്ങളോ ഒന്നും അല്ല വലുത്.
പിന്നെന്താണ്? യേശു വരുമ്പം നാം അവനോടുകൂടെ തേജസ്സിൽ കാണുമെന്നുള്ള, ആ തേജസ്സിൽ നമുക്ക് ലഭിക്കുമെന്നുള്ളത്, നമ്മളിൽ വെളിപ്പെടാനുള്ള തേജസ്. ആത്മാക്കളെ നേടുന്നവർക്ക് പ്രത്യേക തേജസ് ഉണ്ടെന്നാണ് പറഞ്ഞത്, പ്രത്യേക ശോഭയുണ്ടെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ബുദ്ധിമാന്മാർ ആത്മാക്കളെ നേടിക്കൊണ്ടേയിരിക്കുന്നു. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. മറന്നു പോകരുത്, വെളിപ്പെടാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ, ഈ കാലത്തിലെ വിഷയങ്ങൾ സാരമില്ലെന്ന് എണ്ണയിച്ചാൽ മതി. പ്രാർത്ഥിക്കാം. പിതാവേ, പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ. പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിച്ച വചനങ്ങൾക്കായി സ്തോത്രം. ഇനിയും വരാനുള്ള ഒരു തേജസ്, ഞങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു തേജസ്, അത് വിചാരിച്ചാൽ, അത് വിചാരിക്കാനാണല്ലോ, ഉയരത്തിലുള്ളത് വിചാരിപ്പാനാണല്ലോ. കാണുന്ന ലോകത്തിലല്ല, ഇത് താൽക്കാലികമാണല്ലോ. നിത്യമായ തേജസ്സിനെ വിചാരിക്കാൻ, അതോർത്ത് ഞങ്ങളുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുവാൻ, ഓരോ ദിനവും കഷ്ടങ്ങൾ സാരമില്ലെന്നെണ്ണി സന്തോഷത്തോടെ ജയത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ നിലനിൽക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെല്ലാവരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ കേൾക്കുന്ന രോഗികൾ ഇപ്പോൾ തന്നെ യേശു ക്രിസ്തുവിൻ്റെ അടിപ്പിണരുകളാൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹൃദയഭാരങ്ങൾ മാറിപ്പോകട്ടെ, ആകുല ചിന്തകൾ മാറട്ടെ, ഭയങ്ങൾ മാറിപ്പോകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം ഓരോ വ്യക്തി ജീവിതങ്ങളും വ്യാപരിക്കട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു യേശു ക്രിസ്തുവിൻ പൊന്നുനാമത്തിൽ പിതാവേ, ആമേൻ. തേജസ്സിലേശുവിൻ പൊന്മുഖം ഞാൻ കാണും, കാലമേറ്റം ആസന്നമേ. ആദന്നാശയേ, ആദന്നാനന്ദമേ, ആദൻ പ്രത്യാശയിൻ പ്രഭാതമേ. ആദന്നാശയേ, ആദന്നാനന്ദമേ, ആദൻ പ്രത്യാശയിൻ പ്രഭാതമേ. തേജസ്സിലേശുവിൻ പൊന്മുഖം ഞാൻ കാണും, കാലമേറ്റം ആസന്നമേ. ആദന്നാശയേ, ആദന്നാനന്ദമേ, ആദൻ പ്രത്യാശയിൻ പ്രഭാതമേ.